എനിക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മൂമ്മയ്ക്ക് കുറെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങളോട് ഇതൊക്കെ പറയും. അപ്പൊ അതിൽ ഒന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ എവിടേക്കും പോകരുതിട്ടാ, പോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും. അതേപോലെ രാത്രി ഇറങ്ങി നടക്കരുതിട്ടാ, ഒടിയും വരുന്നു പറയും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറേ കാര്യങ്ങൾ അമ്മൂമ്മ പറയും. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളല്ലേ, നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചു പോകും. പക്ഷെ കുറെ വലുതായതിനു ശേഷമാണ് മനസ്സിലായത് ഇത് മുഴുവൻ മിത്തായിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിൽ കുട്ടികളെ വരാൻ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും. ഇതുപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ മിത്തുകളാണെന്ന് പറയും അല്ലെ. ഇതേപോലെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുന്ന സെയിൽസിലുള്ള ചില മിത്തുകളുണ്ട്. ആ മിത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു 3 മിത്തുകളെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ലോ പ്രൈസ് മീൻസ് മോർ സെയിൽസ് എന്നാണ്. ചില ആളുകളുടെ ഒരു തെറ്റായിട്ടുള്ള ധാരണയാണിത്. അതായത് വില കുറച്ച് കൊടുത്താൽ അത്രയധികം സെയിൽസ് ഉണ്ടാവുന്നു. തെറ്റായിട്ടുള്ള ധാരണയാണ്. എന്താ കാരണം? നമ്മളൊരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഓവറായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉടനടി കസ്റ്റമർക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാവുക. ഓ, ഇതിനെന്ത് ഇത്ര റേറ്റ് കുറേ കൊടുക്കണമെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി ഇത്ര ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമേജ് പീസ് ആയിരിക്കും ഇത്. അങ്ങനെയാണ് കസ്റ്റമർ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും പ്രൈസ് കുറച്ചിട്ടുള്ള ഒരു കാര്യത്തിനും പോകരുത്. മറിച്ച് അതിന്റെ ഔട്ട്കംസ് പറഞ്ഞു കൊടുത്തോളൂ, അതിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞു കൊടുത്തോളൂ, അതിന്റെ വാല്യൂസ് പറഞ്ഞു കൊടുത്തോളൂ. ആ രീതിയിൽ വേണം പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ഫോളോ അപ്പ് ഈസ് ഈക്വൽ ടു അനോയിങ്. ചില ആളുകളുടെ അടുത്തൊരു ധാരണയാണ്, ഈ ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ അവർ തിരിച്ചു വിളിച്ചോളും, അവർക്ക് വേണമെങ്കിൽ അവർ വിളിച്ചോളും, ഞാനായിട്ട് ഇനി വിളിച്ചാൽ അവർക്ക് ശല്യമായാലോ. പക്ഷെ ഈ പറഞ്ഞ കാര്യം മാത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ശല്യമാവുക. മറിച്ച് അല്ലാതെ നമ്മൾ ഓരോ തവണ വിളിക്കുമ്പോഴും പുതിയ പുതിയ വാല്യൂസ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അതൊരു അനോയിങ് ആയിട്ട് വരത്തില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, സെയിൽസ് ഓൺലി ഫോർ ടോക്കറ്റീവ് പീപ്പിൾ. സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതും തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ല ഏറ്റവും നല്ല സെയിൽസ്മാൻ, മറിച്ച് ഏറ്റവും നല്ല ലിസണറാണ്, ഏറ്റവും നന്നായിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം ഈ കസ്റ്റമറുടെ പ്രോബ്ലംസ് മുഴുവൻ കേട്ടതിന് ശേഷം കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഏറ്റവും നല്ല സെയിൽസ്മാൻ ആവുക. അപ്പൊ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇത് മുഴുവൻ മിത്താണ്. ഇത് മുഴുവൻ മാറ്റിയിട്ട് നമ്മുടെ ടീമിനെ പഠിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്ന കുറെ ആളുകൾ ബിസിനസ് തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ബിസിനസ് തുടങ്ങിയ ആളുകൾക്ക് അതൊന്ന് സ്കെയിലബിൾ ആക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ ഇതിനും പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റി, എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ അംഗമാവാനും പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, താഴത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക, നമുക്ക് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.